പാർലമെന്റിൽ ബി.ജെ.പി. എംപിമാരെ രാഹുലിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചതിനെതിരെ പ്രതിഷേധവുമായി ബി.ജെ.പി. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നു. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യും. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പാർലമെന്റിൽ ബി.ജെ.പി. എംപിമാരെ രാഹുലിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചതിനെതിരെ പ്രതിഷേധവുമായി ബി.ജെ.പി. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്കാണ് പ്രതിഷേധ മാർച്ച്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ അല്പസമയത്തിനകം തന്നെ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യും. പ്രതിഷേധ മാർച്ചിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിൽ രാഹുലിൻ്റെ നേതൃത്വം നടന്ന അതിക്രമത്തിനെതിരെ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധം തന്നെയാണ് അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരും എംപിമാരും അടക്കം അതിനിശ്ചിതമായ വിമർശനമാണ് ഉന്നയിച്ചത്. പാർലമെന്റിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്ന സമീപനമാണ് രാഹുലിൻ്റെയും പ്രതിപക്ഷ എംപിമാരുടെയും ഭാഗത്തിനുണ്ടായത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ. അതിക്രമത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച്. ഹലോ, വിവരങ്ങളുമായി രശ്മി കാർത്തിക ചിരിക്കുകയാണ്. രശ്മി, അതിശക്തമായ പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി തന്നെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. മറ്റ് വിശദാംശങ്ങൾ കൂടി. വളരെ ശക്തമായൊരു പ്രതിഷേധമാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് ഈ ഒരു പ്രതിഷേധ മാർച്ച് ആരംഭിക്കുന്നത്. ആയിരങ്ങളാണ് ഈ മാർച്ചിൽ അണിനിരക്കുന്നത്. ബി.ജെ.പിയുടെ പ്രധാന നേതാക്കളെല്ലാം തന്നെ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് അല്പസമയത്തിനകം തന്നെ ഈ പ്രതിഷേധ മാർച്ച് എത്തിച്ചേരും. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. പാർലമെന്റിൽ ബി.ജെ.പി. എംപിമാരെ കയ്യേറ്റം ചെയ്ത രാഹുൽ, അത് വലിയ രീതിയിൽ ഒട്ടാകെ പലയിടങ്ങളിലായി ശക്തമായ ഒരു പ്രതിഷേധമാണ് നിലവിൽ നടക്കുന്നത്. രാഹുൽ കയ്യേറ്റം ചെയ്തതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. തുടർന്ന് ബി.ജെ.പി. എംപിമാർ പ്രതിഷേധിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലും സമാനമായ രീതിയിൽ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ബി.ജെ.പി. എംപി ബാൻസുരി സ്വരാജ് രാഹുലിനെതിരെ പരാതി നൽകുന്ന സാഹചര്യമുണ്ടായി. പരിക്കേറ്റ ബി.ജെ.പി. എംപിമാർ നിലവിൽ ചികിത്സയിലാണ്. മാത്രമല്ല, അംബേദ്കറെ അപമാനിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ ശരിക്കും അംബേദ്കറിന്റെ പേര് പറയാൻ പോലും ഇത്തരത്തിൽ നെഹ്റു കുടുംബത്തിന് അവകാശമില്ല എന്നുള്ളതാണ് അമിത്ഷാ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം. അതിനെ വളച്ചൊടിച്ച് വലിയ രീതിയിൽ അതുമായി ബന്ധപ്പെട്ട ഉള്ള ഒരു പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. ഏതായാലും അതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്നത്. ഇപ്പോൾ പ്രധാന നേതാക്കളെല്ലാം ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ ഈ ബി.ജെ.പി. മാർച്ച് ഉദ്ഘാടനം ചെയ്യും. അല്പസമയത്തിനകം തന്നെ ഈ പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തും. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. വലിയ രീതിയിലുള്ള ഒരു മാർച്ച്. ആയിരങ്ങളാണ് ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നത്. എംപിമാർ, അതായത് എവിടെയും സ്നേഹത്തിന്റെ കടകൾ തുറക്കണം എന്നുള്ളതാണ് രാഹുൽ പറയുന്ന ഒരു കാര്യം. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. വനിതാ എംപിമാരോടക്കം വളരെ മോശമായി പെരുമാറുന്ന ഒരു സാഹചര്യം രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഇത്തരത്തിൽ ഒരു വനിതാ എംപി തന്നെ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രാഹുലിനെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഒന്നടക്കം ആവശ്യപ്പെടുന്ന ഒരു കാര്യം. മാത്രമല്ല, ഈ അംബേദ്കറുമായി ഉയർന്നു വരുന്ന വിവാദം കൃത്യമായി തന്നെ ഈ ഭരണഘടന ചർച്ചയിൽ
കോൺഗ്രസ് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ ഒരു അനന്തര ഫലമാണ് ഇത്തരത്തിൽ ഉണ്ടായ കയ്യാങ്കളിയും അതോടൊപ്പം തന്നെ എംപിമാരെ നിലത്തിട്ട് അവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും വനിതാ എംപിയോടക്കം വളരെ മോശമായി പെരുമാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഏതായാലും ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ്. എല്ലായിടങ്ങളിലും BJPയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ പ്രതിഷേധം നടക്കുന്നു. ഏതായാലും ഇപ്പോൾ നിലവിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് എത്തുകയാണ്. ആയിരങ്ങളാണ് ഈ ഒരു പ്രതിഷേധ മാർച്ചിൽ നിലവിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത്. അല്പസമയത്തിനകം തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. സുരേഷ്, സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യും.